സീൻസ് തുടക്കത്തിന്റെ സാറ് കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു. നന്നായിട്ടുണ്ടെന്ന്, നന്നായിട്ടുണ്ട് മനെ. പക്ഷെ ഞങ്ങൾക്ക് റൊമാൻസിനുള്ള ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ കേൾക്കേണ്ടത് അന്ന് ക്ലാസ്മേറ്റിൽ അന്ന് പഠിച്ചിറങ്ങിയ ആ പുള്ളിയില്ലേ, അത് പുള്ളി അധ്യാപകനായിട്ട് വരുന്നത്. നോർമലി ഒരു കോളേജ് ചിത്രം, ഒരു കോളേജ് പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ മലയാളികൾക്ക് ഒറ്റ മുഖം വരുന്നത് മലർമിസ് എന്നുള്ളതാണ്. ഇപ്പൊ ഇത് മാറും ഈ സിനിമയ്ക്ക്. പ്രത്യേകിച്ച് നിറഞ്ചേട്ടൻ വരുമ്പോ ഒരു ഓഫീസിൽ നിറഞ്ഞ ഒരു കോളേജ് ചിത്രത്തിൽ വരുമ്പോ ഓഫീസിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ക്ലാസ്മേറ്റ്സിലെ റൊമാൻസ് എടുക്കുക. അപ്പൊ വീണ്ടും ഒരു കോളേജ് സിനിമ വരുന്നു, അതിലേക്ക് ഒരു മലർമിസായി മാറും. മലർമിസായി മാറാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് റൊമാൻസിനുള്ള ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടില്ല. അത്രയും ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ. അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഒരു കുട്ടി മലർമിസ് ആവാനുള്ള ചാൻസ് അവരായിട്ട് തന്നായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പൊ തന്നെ ഈ ട്രെയിലർ സോങ്സ് കണ്ടിട്ട് ഇപ്പൊ തന്നെ ചോദിക്കുന്നില്ല കുറെ പേര് എൻക്വയറി ചെയ്തിട്ട് ഹീറോയിൻ ആരാ ഹീറോയിൻ ആരാ. അപ്പൊ അതാ ഞാൻ സമയത്തും അതിനുള്ള ഉത്തരം റോസ്റ്റിംഗ്. ചോദ്യത്തിന് ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു മലർമിസായിരുന്നു. എല്ലാവർക്കും കേൾക്കേണ്ടത് അന്ന് ക്ലാസ്മേറ്റിൽ അന്ന് പഠിച്ചിറങ്ങിയ ആ പുള്ളിയില്ലേ, അത് പുള്ളി അധ്യാപകനായിട്ട് വരുന്നത്. അങ്ങനെ ആയി ചോദ്യം ചോദിച്ചു. വലിയ കമ്പനിയാണ്, ഒരു അടുപ്പമാണ്. ഒരു സിനിമയിലേക്ക് വരും, സിനിമ അഭിനയിക്കണമെന്നൊരു സ്വപ്നവും താങ്കൾക്കില്ലായിരുന്നു കൃത്യമായിട്ട് നമുക്കറിയാം. അല്ലാതെ തന്നെ സിനിമയോട് ഇഷ്ടപ്പെടുന്ന ആളാണ്. മണിയിലൂടെ സിനിമയിലേക്ക് വന്നിട്ട് ഈ അഭിനയം തുടങ്ങിയ ശേഷം സാധാരണ എന്താണ് താങ്കൾ പറയാൻ? ഞാൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം അദ്ദേഹത്തിന്റെ മോളുടെ പടമാണ്, വിസ്മയ മോഹൻലാലിനോട്. എനിക്ക് ഞാൻ ഇപ്പം ഇങ്ങോട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമുണ്ട് മോഹൻലാൽ സാറിനോട് ഒരു പടം ചെയ്യണം. ഞാൻ മോഹൻലാൽ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട്. ഡ്രാമ എന്ന് പറഞ്ഞ് ഞാനിവിടെ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് 2-3 കോളുകൾ വന്നു ലാൽ സാറിനോട് അഭിനയിക്കാൻ. ഒന്ന് ബബുബായിൽ സാറിൻ്റെ കൂടെ ചെയ്യാൻ എനിക്ക് വന്നു. അന്ന് ഞാൻ ആഘോഷത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ദൃശ്യം 3 എനിക്ക് സാർ വിളിച്ചു. അന്ന് ഞാൻ UK പോയി. അങ്ങനെ 2-3 കോളുകൾ വന്നു. സോ ഐ എം വെയിറ്റിംഗ് ഫോർ എ മൊമെന്റ് സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം. ചോദ്യം വന്നല്ല അല്ലേ, ചോദ്യം ചോദിച്ചത് ലാൽ സാറിന് എന്താണ് ഇപ്പം ഫുൾ സപ്പോർട്ട്. ഞാൻ അഭിനയിച്ച സീൻസ് തുടക്കത്തിന്റെ സാറ് കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു. നന്നായിട്ടുണ്ടെന്ന്, നന്നായിട്ടുണ്ട് മനെ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പം ലാൽ സാറ് ഞാൻ ഇതിനകത്തോട്ട് പണി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടാണ് എല്ലാവരോടും, എനിക്ക് അറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാൻ ചോദിച്ചു, ഞാൻ ചെയ്യണോ ഇനി മുന്നോട്ട് അഭിനയിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറഞ്ഞ ഒരാളാണ് മോഹൻ. സോ ഹിസ് ബ്ലെസ്സിങ്സ്